തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലും വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും പ്രതിഷേധിച്ച് ബീഹാറിൽ നാളെ മുതൽ ഇന്ത്യ സഖ്യത്തിന്റെ വോട്ട് അധികാർ യാത്ര. റോഹ്താസ് ജില്ലയിലെ സസറാമിൽ രാഹുൽ ഗാന്ധി യാത്ര ഉദ്ഘാടനം ചെയ്യും. ആർജെഡി നേതാവ് തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലാണ് യാത്ര. 13 ദിവസം നീണ്ടുനിൽക്കുന്ന യാത്ര സെപ്റ്റംബർ 1-ന് പാറ്റ്നയിൽ സമാപിക്കും. വിവരങ്ങളുമായി നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം. നോബൽ മാരിക്കാരൻ, ഗുഡ് മോർണിംഗ്. വോട്ട് ചോരി, അതിനുശേഷം വോട്ട് അധികാർ റാലിയുടെ ബംഗളൂരു എഡിഷൻ നമ്മൾ കണ്ടുകഴിഞ്ഞു. പാറ്റ്നയിലേക്കുള്ള യാത്ര അത് ബീഹാർ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ളതാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കോടതിയിൽ നിൽക്കുമ്പോൾ ഈ യാത്രയിലൂടെ ആളുകളെ ബോധവൽക്കരിക്കുക കൂടിയല്ലേ തേജസ്വിയുടെയും രാഹുലിന്റെയും ലക്ഷ്യം? സുജയ, വെരി ഗുഡ് മോർണിംഗ്. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് മൊത്തത്തിൽ അട്ടിമറിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യ സഖ്യവും ആരോപിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പല തെരഞ്ഞെടുപ്പുകളിലും വോട്ടർ പട്ടികയിൽ വലിയ തരത്തിൽ കൃത്രിമം നടന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി തെളിവുകൾ സഹിതം പുറത്തേക്ക് വിടുകയും ചെയ്തിരുന്നു. എന്താണെങ്കിലും അതിനു പിന്നാലെയാണ് ബീഹാറിലേക്ക് ഇത്തരത്തിൽ വോട്ടർ അധികാർ യാത്രയുമായി കോൺഗ്രസും ഇന്ത്യ സഖ്യവും ഒക്കെ എത്തുന്നത്. നാളെയാണ് യാത്ര ആരംഭിക്കുന്നത്. പ്രധാനമായും ഈ യാത്ര ആരംഭിക്കുമ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് തന്നെയാണ് പ്രധാന ലക്ഷ്യം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നടപ്പാക്കി 65 ലക്ഷം വോട്ടർമാരെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് കമ്മീഷൻ പുറത്തേക്ക് കളഞ്ഞത് എന്നാണ് ഇതിൽ ആരോപണം ഉന്നയിക്കപ്പെടുന്നത്. ആ പശ്ചാത്തലം കൂടി കണക്കാക്കിക്കൊണ്ട് അവിടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട്, പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരു യാത്ര നടത്തുമ്പോൾ ജനങ്ങളെ പരമാവധി നേരിൽ കണ്ടുകൊണ്ട് കാര്യങ്ങൾ വിവരിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കി തെരഞ്ഞെടുപ്പിലേക്ക് എത്തിക്കുക എന്നാണ് ഇന്ത്യ സഖ്യം ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി, തേജസ്വി യാദവ് അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഇത്തരത്തിൽ ഒരു റാലിയുമായി, ഒരു യാത്രയുമായി ബീഹാറിലേക്ക് എത്തുകയും ചെയ്യുന്നത്. നാളെ ആരംഭിക്കുന്ന യാത്ര വലിയ തരത്തിൽ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാക്കാനുള്ള നീക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അതിൽ പൂർണ്ണമായും ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് യാത്ര മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കം കൂടി നടക്കുന്നു എന്ന് പ്രധാനപ്പെട്ടതാണ്. കാരണം ബീഹാറിൽ സഖ്യമായി തന്നെ മത്സരിച്ചുകൊണ്ട് BJP-യെയും NDA-യെയും പരാജയപ്പെടുത്തുക എന്ന് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. പ്രത്യേകിച്ച് വോട്ടർ പട്ടികയിലൊക്കെ എന്തെങ്കിലും തിരിമറി ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് ഫലത്തെ തന്നെ ബാധിക്കും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അതിലൊക്കെ കൃത്യമായി തന്നെ ജനങ്ങളെ ബോധവാന്മാരാക്കി പരമാവധി ജാഗ്രതയോടെ തെരഞ്ഞെടുപ്പിലേക്ക് പോവുക. ഇനിയിപ്പോൾ ഏത് നിമിഷവും ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാവുന്ന സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കൊണ്ടും അടിത്തട്ടിലടക്കം സജ്ജമാക്കി നിർത്തുക എന്ന് തന്നെയാണ് യാത്രയാണ് നോബൽ. ആ യാത്രയിൽ നമ്മൾ പോകുന്നുണ്ടോ നോബൽ? അതാണ് അറിയേണ്ടത്. കാരണം രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണം ഉന്നയിച്ചപ്പോൾ മുതൽ നമ്മളും അതിന് പിന്നാലെ ഒരു വസ്തുതാ പരിശോധനയൊക്കെ നടത്തി വളരെ സജീവമായി തന്നെ ജനാധിപത്യത്തിന് വേണ്ടി നിലയുറപ്പിക്കുന്ന ഒരു മാധ്യമമാണ് എന്നുള്ളത് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞതാണ്. ഈ യാത്രയിൽ എങ്ങനെയായിരിക്കും നമ്മുടെ സാന്നിധ്യം? യാത്രയ്ക്ക് പോകാൻ, കൂടെ നടക്കാൻ നോബലും ടീമും ഒക്കെ തയ്യാറാണോ? തീർച്ചയായും. കാരണം ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണുകൾ, അതായത് ഇത്തരത്തിൽ വോട്ടർ പട്ടികയിലടക്കം അഴിമതിയുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ കൃത്രിമം ഉണ്ടെന്നൊക്കെ രാഹുൽ ഗാന്ധി ആരോപിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് അതിന്റെ സത്യാവസ്ഥ അറിയാൻ പുറകെ പോയേ പറ്റൂ. എന്താണെങ്കിലും നാളെ മുതൽ നമ്മളും ഉണ്ട് യാത്രയ്ക്കൊപ്പം. എന്താണെങ്കിലും യാത്രയുടെ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ജനങ്ങളെ നേരിൽ കാണുക, അതോടൊപ്പം ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ആശങ്ക, അതോടൊപ്പം വോട്ടർ പട്ടികയിൽ പുറത്താക്കപ്പെട്ടവർക്ക് പറയാനുള്ളത്, അങ്ങനെ നിരവധി കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് ബീഹാറിൽ നിന്ന്. എന്താണെങ്കിലും ആ യാത്രയുടെ ഭാഗമായി നമ്മളും എല്ലാ കാര്യങ്ങളും കവർ ചെയ്തുകൊണ്ട് ജനങ്ങളിലേക്ക് അപ്പോൾ എത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുമുണ്ട്. സുജയ മാരിക്കാരൻ, ഇപ്പോൾ എന്തായാലും നല്ല പ്രഭാതമാണ്. ആ പ്രഭാതത്തിന്റെ ഒരു പ്രസരിപ്പ്, ദില്ലിയുടെ ഒരു പ്രഭാത കാഴ്ച കൂടി നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് ഫുൾ സ്ക്രീനിൽ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റോട് ഒന്ന് കാണിക്കാൻ പറയൂ. നല്ല പച്ചപ്പുള്ള ഒരു പശ്ചാത്തലത്തിലൊക്കെയാണ് നിൽക്കുന്നത്. എവിടെയാണ് നിൽക്കുന്നത്? ഇന്നത്തെ ദിവസം എന്തായാലും ഒരു പോസിറ്റീവ് ആകട്ടെ നോബൽ. തീർച്ചയായും സുജയ, നമ്മളുള്ളത് കേരള ഹൗസിൻ്റെ ഒരു കോമ്പൗണ്ടിലാണ്. നല്ല പച്ചപ്പൊക്കെ ഉണ്ട്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ദില്ലിയിൽ നല്ല മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് പുല്ലൊക്കെ നന്നായിട്ട് കിളുത്ത് അത്തരത്തിൽ ഒരു പച്ചപ്പും അതോടൊപ്പം നല്ല മനോഹരമായ കാലാവസ്ഥയിലൊക്കെയാണ് ഉള്ളത്. സാധാരണഗതിയിലൊക്കെ ഓഗസ്റ്റൊക്കെ എത്തുമ്പോൾ നല്ല ചൂടുണ്ടാകാറുള്ള പതിവാണ്. പക്ഷേ ഇത്തവണ അടിക്കടി മഴ പെയ്തുകൊണ്ട് ആ ചൂടിനൊക്കെ നേരിയ കുറവുണ്ട്. എന്താണെങ്കിലും വളരെ മനോഹരമായ ഒരു സുപ്രഭാതം തന്നെയാണ് ഇന്നിപ്പോൾ നമുക്ക്. ശരി, ആ മനോഹാരിത ഇനി അങ്ങോട്ട് വാർത്തകൾക്ക് ഉണ്ടാകട്ടെ നോബൽ. നല്ല സുന്ദരിയായി ദില്ലി നിൽക്കുന്നു. അത് കണ്ടപ്പോൾ കണ്ണിന് ഒരു കുളിരുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കാണണ്ടേ? ഇല്ലാതെ ഈ കാഴ്ചയൊക്കെ കാണാതെ നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് എന്താണ് കാര്യം? അപ്പോൾ നോബലിന് നല്ലൊരു ദിവസമാകട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നല്ലൊരു ദിവസമാകട്ടെ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുന്നു. പുറത്തേക്കൊക്കെ ഇറങ്ങി ആ പച്ചപ്പൊക്കെ ഒന്ന് കാണാനൊക്കെ മറക്കരുത്. കാരണം ഈ കാഴ്ചകളൊക്കെ, ഇപ്പോൾ മഴ പെയ്ത ഒരു പ്രഭാതമാണ്. രാത്രിയിൽ നിന്ന് രാവിലെയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നതെങ്കിൽ ആ പ്രഭാതത്തിന്റെ പ്രസരിപ്പ്, ആ ഒരു വൈബ് എന്ന് പറയുന്നത് ഒന്ന് വേറെയാണ്, വേറെ ലെവലാണ്.